Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും? Yes, ma'am. Thank you, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രെയർ തുടങ്ങിക്കോളൂ കേട്ടോ. പ്രെയർ. ആരാണ് പ്രെയർ? ആരാണ്? Off-aki. Good afternoon, all. ഭൂവിനു കാരണമായുള്ള തമ്പുരാനേ, അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതിനനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂവിനായി ജീവൻ ത്യജിച്ചോരെ മാതൃകയായിട്ട് സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുൻപ് ഈറനണിഞ്ഞ മിഴികളോടെ. താങ്ക് യു. Signing. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാനിവിടെ പറയാൻ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രത്തിലെ ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. അവുൽ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് ബിരുദം നേടിയ അദ്ദേഹം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ചേർന്ന് പ്രവർത്തിച്ചു. ISROയിലും അദ്ദേഹം പ്രവർത്തിച്ചു. ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ രാജ്യത്തിന് ധാരാളം സംഭാവനകൾ അദ്ദേഹം നൽകി. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. ഇന്ത്യയുടെ മിസൈൽ ആണവായുധ പദ്ധതികളുടെ വികസനത്തിൽ അദ്ദേഹം ഒരു സുപ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു മികച്ച അധ്യാപകനും വഴികാട്ടിയുമായിരുന്നു ഡോക്ടർ അബ്ദുൽ കലാം. അഗ്നിച്ചിറകുകൾ എന്നാണ് ഡോക്ടർ കലാമിന്റെ ആത്മകഥയുടെ പേര്. 1997 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിച്ചു. ഡോക്ടർ കലാമിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 എല്ലാ വർഷവും ലോക വിദ്യാർത്ഥി ദിനമായി ആഘോഷിക്കുന്നു. 2015 ജൂലൈ 27 84 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ശക്തമായ വാക്കുകൾ എപ്പോഴും വിജയം നേടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ വിദ്യാർത്ഥിക്കും മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. സൈനിങ് ബൈ ഫാൻസി. Okay. Then thought of the day. Ma'am, ഞാനാണ് thought of the day. Good afternoon all. Thought of the day. Life has no remote control. Get up and change it yourself. And don't give the remote control of your happiness to others. നമ്മുടെ ലൈഫിന് ഒരു റിമോട്ട് കൺട്രോൾ ഇല്ല. നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെ ബിൽഡ് ചെയ്തെടുക്കണം. നമ്മൾ എങ്ങനെ ചെയ്യുന്നോ അതായിരിക്കും നമ്മുടെ ലൈഫ്. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷത്തിന്റെ കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ വെക്കാൻ അനുവദിക്കരുത്. നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രമാകണം. അത് മറ്റൊരാൾ ഡിസൈഡ് ചെയ്യേണ്ടി വരരുത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
സ്റ്റോറി, ആക്ഷൻ സോങ്? ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെയ്തിട്ട് വന്നെന്ന്. ഇല്ലേ? ആരും ചെയ്തിട്ടില്ല. കേൾക്കുന്നില്ലല്ലോ ജയശ്രീ. ഒരു മലയാള ആക്ഷൻ സോങ് പാടാൻ ആ, മോളെ പഠിപ്പിച്ചതാണ്, കുഴപ്പമില്ലല്ലോ. ആ, ആ. ഒരു തത്തമ്മയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ഓക്കെ, ആക്ഷൻ സോങ്. തത്തി തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ, തക്കം നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ. തത്തി തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ, തക്കം നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ. നിന്റെ പേരെന്ത് പറഞ്ഞില്ലല്ലോ, നിന്റെ നാളേതാ അറിഞ്ഞില്ലല്ലോ. നിന്റെ പേരെന്ത് പറഞ്ഞില്ലല്ലോ, നിന്റെ നാളേതാ അറിഞ്ഞില്ലല്ലോ. പാറി പാറി പോകാതെ ദൂരെ ദൂരെ മായാതെ, പേരെന്ത് നാളെന്ത് ചൊല്ലു തത്തമ്മേ. പാറി പാറി പോകാതെ ദൂരെ ദൂരെ മായാതെ, പേരെന്ത് നാളെന്ത് ചൊല്ലു തത്തമ്മേ. പേരെന്ത് നാളെന്ത് ചൊല്ലു തത്തമ്മേ. തത്തി തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ, തക്കം നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ. താങ്ക് യു മിസ്. ഓക്കെ, വെരി ഗുഡ്. അഞ്ജുവിന്റെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. അഞ്ജു ലെഫ്റ്റ് ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞ നിർത്തിയത്? പെർട്ടൂസിസ് പറഞ്ഞിരുന്നു മിസ്. എന്താണ്? വൂപ്പിംഗ് കഫ് പറഞ്ഞിരുന്നു. നമ്മള് ഹെൽത്ത് കെയർ അല്ലേ എടുത്തത്? അതെ മിസ്. ശരിയാണ് പറയുന്നത്. pertussis and tetanus. അതിനകത്ത് പെർട്ടുസിസ് പറഞ്ഞായിരുന്നല്ലേ? പെർട്ടുസിസ് പറഞ്ഞായിരുന്നു. ഇനി ടെറ്റനസ് പറയണം അല്ലേ? മിസ് അതിന്റെ കൂടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ആക്ടിവിറ്റി. പോളിയോ എത്ര തവണ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് നോക്കിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പ്രാവശ്യം? 4 തവണ മിസ്സേ. 6 വീക്സിലും 10 വീക്സിലും പിന്നെ 14 വീക്സിലും പിന്നെ 18 മന്ത്സിലും. 4 തവണ? 6 തവണ. 6 ദിവസം കൂടുമ്പോ. 6 തവണ. എത്രയാണ് കറക്റ്റ്? 6 മാസം കൂടുമ്പല്ലേ കൊടുക്ക മിസ്സേ? അങ്ങനെയാ ഇവിടെ 6 മാസം കൂടുമ്പോ. ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ഉണ്ടാകും? ഒരു തവണയല്ലേ ഉള്ളൂ. ഓരോ തവണ? 5 വയസ്സിൽ 5 തവണ. 5 വയസ്സില്? അല്ല മിസ്, 6 മാസം കൂടുമ്പോ വരില്ലേ? ഒരു വർഷം? ഒരു വർഷം 6 മാസം കൂടുമ്പോ 14 ആഴ്ച അങ്ങനെ. ഒരു വർഷം 3 പ്രാവശ്യം കൊടുക്കൂലേ? എവിടെന്നാ കിട്ടിയത്? കളക്ട് ചെയ്ത് എവിടെന്നാ? ജനിക്കുമ്പോ തന്നെ DPT കൊടുക്കും. എവിടെന്നാ കളക്ട് ചെയ്തത് ഇൻഫർമേഷൻ? പിന്നെ 6 മാസം ആകുമ്പോ ടെറ്റനസ് സെക്കൻഡ് 10 വീക്സ്, തേർഡ് 14 വീക്സ് അല്ലെങ്കിൽ 18 വീക്സ്. ഒരാള് പറയൂ. 4 തവണ എന്ന് പറഞ്ഞ ആള് പറഞ്ഞു ഒന്ന്. 4 തവണ. ഞാനാണ് പറഞ്ഞത് 4 തവണ. 4 തവണ അല്ലേ? എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞേ. മിസ്, ഒരു കുട്ടിയുടെ ശരിക്ക് മാസം കണക്കിനല്ല, ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഡോസാണ്. ഒരു കുട്ടിക്ക് 4 തവണയാണ് കൊടുക്കുക. അത് ആ കുട്ടിക്ക് 6 ആഴ്ച ആവുമ്പോൾ, പിന്നത്തെ ഡോസ് 10 ആഴ്ച ആവുമ്പോൾ, പിന്നത്തെ ഡോസ് 14 ആഴ്ചയില്, പിന്നെ 4ാമത്തെ ഡോസ് 18 മാസം ആവുമ്പോൾ.
അത് കഴിഞ്ഞിട്ട് പോളിയോ കൊടുക്കില്ല, ഡ്രോപ്സ് കൊടുക്കില്ല. കൊടുക്കൂലേ? ജനറൽ ആയിട്ട് പോളിയോ കൊടുക്കുന്നുണ്ടെന്നും ജനറലായിട്ട് പോളിയോ കൊടുക്കില്ലേ? 7 പ്രാവശ്യമാണ് കേട്ടോ ഡ്രോപ്സ് കൊടുക്കുന്നേ. 7 ടൈംസ്. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചു എവിടെന്നാ കിട്ടിയതെന്ന് ഇൻഫോർമേഷൻ. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ കിട്ടിയത് മിസ്സേ. എന്താണ്? ഗൂഗിൾ ചെയ്ത ഗൂഗിളിൽ മിസ് ഹെൽത്തിലെ ഹെൽത്തിലെ മറ്റേ ആശാവർക്കർ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. ആശാവർക്കർ പറഞ്ഞതാണോ? അല്ല, ആശാവർക്കർ പറഞ്ഞിട്ടില്ല, റിപ്ലൈ തന്നില്ല മിസ്. അതാ ഞാൻ പറഞ്ഞു തന്നത്. എനിക്ക് റിപ്ലൈ തന്നു. 6 മാസം കൂടുമ്പോഴാണ് തുള്ളിമരുന്ന് കൊടുക്കുന്നത്. അടുത്ത എന്റെ മോക്കായി 7 പ്രാവശ്യം കൊടുക്കും കേട്ടോ. 7 ടൈംസ്. അല്ല മിസ് 6 മാസം കൂടുമ്പോഴല്ലേ? 6 മാസം എന്ന് പറയാൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പറയാനായിട്ട് പറ്റില്ല, ഡ്യൂറേഷൻ പറയാൻ പറ്റില്ല. 5 വയസ്സ് വരെ എത്ര തവണയായിട്ടാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ നമ്മളോട് ചോദിച്ചത്. അത് 7 തവണയാണ്. കറക്റ്റ് ആയിട്ട് ടൈം എപ്പോഴാണ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. മിസ് 6 മാസം കൂടുമ്പോ 5 വയസ്സ് വരെ 6 മാസം കൂടുമ്പോ കൊടുക്കുന്നത് വൈറ്റമിൻ ഡ്രോപ്സ് അല്ലേ? വൈറ്റമിൻ ഡോസ് ആണ്. വൈറ്റമിൻ എ ആണ് കൊടുക്കുന്നത്. 6 മാസം കൂടുമ്പോൾ ഒരിക്കൽ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ എ കൊടുക്കാറുണ്ട്. ഇപ്പൊ പാരന്റ്സ് മറന്നു പോകാറുണ്ട് അത് കൊടുക്കാനായിട്ട്. ഞാനൊക്കെ മറന്നു പോയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റും വലുതാണ്, കാരണം കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. മറന്നു പോകും മിസ്. അവിടെ നിന്ന് വിളിക്കും, ഹെൽത്തിന്ന് ഈ കൊട്ടുപള്ളി അവിടെ നിന്ന് വിളിക്കും. അപ്പൊ ഇന്ന ദിവസം കൊടുക്കാനുണ്ട്, കുട്ടിയെ കൊണ്ടുവരണം എന്ന് പറയും. അങ്ങനെ ഇടയ്ക്ക് മറന്നു പോകാറുണ്ട്. 6 മാസം കഴിയുമ്പോ വിറ്റാമിൻ എയുടെ തുള്ളിമരുന്ന് കൊടുക്കാറുണ്ട്. വൈറ്റമിൻ എ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് എന്താ പറയാ, അത് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൊടുക്കാനായിട്ട് മറന്നു പോകാനായിട്ട് പാടില്ല. മിസ് നമ്മൾ മറന്നാലും നമ്മുടെ ഹെൽത്ത് കെയറിന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ എല്ലാ കറക്റ്റ് 6 മന്ത്സിലും അത് കൊടുത്തു പോകാറുണ്ട്. ഇവിടെയൊക്കെ പതിവ് അങ്ങനെയാ. അവര് വിളിച്ച് ഓർമ്മിപ്പിക്കണം. 6 ഇയേഴ്സിലെ DPT ബൂസ്റ്ററാ കൊടുക്കാറ്. അപ്പോ അതിന്റെ ഡൗട്ട്സ് മാറിയില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് ടെറ്റനസ് ആണ്. ഓക്കെ, ടെറ്റനസ് അല്ലെങ്കിൽ ലോക്ക് ജോ എന്ന് പറയും. ഓക്കെ, അതായത് പണ്ട് കാലത്ത് പണ്ടത്തെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഈ രോഗത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു പേരെന്ന് പറയുന്നത് കുതിരസന്നി എന്നാണ്. കുതിരസന്നി കേട്ടോ. ടെറ്റനസ് കേട്ടിട്ടുണ്ടോ? കുതിരസന്നി എന്ന് കേട്ടിട്ടുണ്ടോ? കുതിരസന്നി എന്ന് പറയും. ഓക്കെ, അപ്പോ ടെറ്റനസ് രോഗം ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഒരു ബാക്ടീരിയ ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന്റെ പേരാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എഴുതിയെടുക്കണോ മിസ്? ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. ക്ലോസ്ട്രിഡിയം, CLOSC, ക്ലോസ്ട്രിഡിയം, TRIDIUM, CLOSE TRIDIUM, ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ, അപ്പൊ ഈ ഒരു ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു, മണ്ണിൽ ഉണ്ടാകുന്ന ഒരു രോഗാണുവാണെന്ത് ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത്. മണ്ണിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോ നമ്മള് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോ പുറത്തൊക്കെ കളിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിലൊക്കെ കളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെളിയിലൊക്കെ കളിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മുറിവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അത് മുതിർന്നവർക്കും ആകാം കുട്ടികൾക്കും ആകാം, 2 കൂട്ടർക്കും ആകാം. എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ മുറിവിലൂടെ മണ്ണിൽ നിന്ന് ഈ രോഗാണു നേരിട്ട് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ഇഞ്ചക്ഷനാ പോയി എടുക്കുന്നത്? എടുക്കാറുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ബാക്ടീരിയ, ക്ലോസ്ട്രിഡിയം ടെറ്റനി, ഇത്തരത്തിലുള്ള ബാക്ടീരിയ
ഈ ഒരു ബാക്ടീരിയയുടെ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് ആ TT പോയി നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞു കൂടുതലായിട്ട് വരാം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മാംസപേശികള് വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാതെ വരും. ഓക്കെ, അതായത് മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പിന്നെ അതുപോലെ തന്നെ മുഖത്തെ, അതായത് പ്രധാനമായിട്ട് നമ്മുടെ ഫേസിലെ മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. ഫേസ് അല്ലെ മസിൽസ് ഭയങ്കരമായി ടൈറ്റ് ആയിട്ട് വലിഞ്ഞു മുറുകിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഇതിന് ലോക്ക് ജോ എന്ന് പറയുന്നത് കേട്ടോ. അതായത് പ്രധാനമായിട്ടും മുഖത്തെ മാംസപേശികൾ മസിൽസ് ടൈറ്റ് ആവുന്നത് കൊണ്ടാണ് ലോക്ക് ജോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും. അതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ അവസ്ഥകൾ എന്ന് പറയുന്നത്, ലക്ഷണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഗർഭിണികളിലെ 2 പ്രാവശ്യം എന്ത് ചെയ്യാറുണ്ട്? TT എടുക്കാറുണ്ട് അല്ലെ? എല്ലാവരും എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? ആ പ്രഗ്നൻസി ടൈമില് ആദ്യത്തെ മാസങ്ങളിലായിട്ടാണ് 2 പ്രാവശ്യമായിട്ട് TT എടുക്കുന്നത്. എന്തിനാണ് TT പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് എടുക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു മുറിവുകൾ അങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ. അതായത് ന്യൂ ബോൺ ബേബീസിന് ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നവജാത ശിശുക്കളില് ഈ ഒരു രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് TT എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് ഈ ഡോഗ് അതുപോലെ തന്നെ ക്യാറ്റ് അവരുടെയൊക്കെ നഖം ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എടുക്കാറുണ്ടല്ലേ പെട്ടെന്ന്. അതങ്ങനെ പേടിക്കുന്ന എന്തിനാ? അതായത് ഇവരൊക്കെ നടക്കുന്ന ആളുകളാണ് അല്ലെ? കാറ്റ് ആയാലും ഡോഗ് ആയാലും ഒക്കെ. അപ്പൊ അവരുടെ നഖത്തിന്റെ അടിയില് ഈ ഒരു ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവര് എന്തെങ്കിലും സ്ക്രാച്ച് നമ്മുടെ ദേഹത്ത് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ നഖത്തിനടിയിലുള്ള ബാക്ടീരിയ ആ മുറിവിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് കുപ്പിച്ചില്ല കൊണ്ട് കഴിഞ്ഞാൽ എടുക്കുമല്ലോ. കുപ്പിച്ചില്ല അങ്ങനെയൊക്കെ കാലമ്മ കൊള്ളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. കുപ്പിച്ചില്ല കൊണ്ട് കഴിഞ്ഞാൽ എടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ തുരുമ്പ് പിടിച്ച വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഈ ഒരു വാക്സിൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ടെറ്റനസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ മിസ്. നെക്സ്റ്റ് പോളിയോ മൈലൈറ്റിസ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യട്ടോ. മിസ് ഞാൻ വായിക്കാം. Poliomyelitis. The polio vaccine is given along with the three DPT doses, followed by 2 boosters, one at 1.5 years and the second at 4.5 years. മലയാളം മീനിങ് അങ്ങനെ പറഞ്ഞോ? എക്സ്പ്ലെയിൻ ചെയ്തോളൂ. പോളിയോ വാക്സിൻ പ്രധാനമായിട്ടും 3 ഡോസസ് ആണ് കൊടുക്കുന്നത്. 2 ബൂസ്റ്റർ ഡോസ് ആണ് കൊടുക്കുന്നത്. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വയസ്സിലും രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ 4.5 വയസ്സിലാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് പോളിയോ മൈലൈറ്റിസ് അഥവാ ഇൻഫാന്റൽ പാരാലിസിസ് എന്ന് നമുക്ക് നോക്കാം. പോളിയോ രോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പിള്ളവാതം എന്ന് പറയും പോളിയോ അസുഖം. ഇപ്പോഴും നമ്മുടെ ചുറ്റിനും അത് ബാധിച്ച ചില ആളുകളെ നമ്മൾ കാണാറുണ്ട് അല്ലെ? പോളിയോ ബാധിച്ച ആളുകളെ തളർന്നിട്ട് ചിലവർക്ക് കൈക്കായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് കാലിനായിരിക്കും, ചില ആളുകള് ടോട്ടലി പാരലൈസ്ഡ് ആവും, തളർന്നു പോയിട്ടുണ്ടാകും അരയ്ക്ക് കീഴ്പോട്ട്. അപ്പൊ അത്തരത്തില് നമ്മള് ചുറ്റുമുള്ള ആളുകളെ കാണാറുണ്ട് പോളിയോ ബാധിച്ച്. അപ്പൊ എന്താണ് ഈ ഒരു പിള്ളവാതം അല്ലെങ്കിൽ പോളിയോ മൈലൈറ്റിസ് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു വൈറസ് അണുബാധയാണ്. പോളിയോ മൈലൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറസ് അണുബാധയാണ്. ഇതിന് പ്രത്യേകിച്ച് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇതിന് ചികിത്സയില്ല. ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് കൃത്യസമയത്ത് വാക്സിൻ കൊടുത്തത് കൊണ്ട് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ രോഗം വന്നു കഴിഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല.
ഫിസിയോതെറാപ്പി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് 100% സക്സസ്ഫുൾ അല്ല. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ആ, പിന്നെ ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് നെർവസ് സിസ്റ്റത്തെയാണ്. നാഡീവ്യൂഹം ഉണ്ടല്ലോ നമ്മുടെ പലതരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ടോട്ടൽ കുറേയധികം നെർവുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ റൂട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് നെർവസ് സിസ്റ്റം, നാഡീവ്യൂഹത്തെയാണ്. അതുകൊണ്ട് തന്നെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചലനശേഷിയെ അഫക്റ്റ് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം? ചലനശേഷിയെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് കൈയും കാലും ഒക്കെ തളർന്നു പോകുന്നത്, അല്ലെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ടൊക്കെ തളർന്നു പോകാനായിട്ട് കാരണം കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില കേസുകളിലൊക്കെ ആണെങ്കിൽ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം, ഹൃദയത്തെയും ബാധിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും പോളിയോമൈലൈറ്റിസിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ചികിത്സയില്ല എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടി ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാല് നമുക്ക് സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് കൊടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, വന്നു കഴിഞ്ഞാല് ഒരു സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പൂർണ്ണമായിട്ട് ആളെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ 100% ഇതിന്റെ വാക്സിനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ, കറക്റ്റ് സമയത്ത് ഇതിന്റെ വാക്സിൻ കൊടുക്കുവാണെങ്കിൽ ഇത് 100% നമുക്ക് സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാനായിട്ട് സാധിക്കും അല്ലെ. അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ ജനറേഷനല്ല, പണ്ടത്തെ ജനറേഷനിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അല്ലെ, പോളിയോ രോഗം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? അന്ന് പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ വാക്സിൻസ് കൊടുത്തിട്ടുണ്ടാവണം എന്നില്ല അല്ലെ. ഇപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ 5ഉം 6ഉം 10ഉം കുട്ടികൾ വരെ ഉണ്ടാവാറുണ്ട് ഇപ്പത്തെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോ എല്ലാവർക്കും ഫാമിലിയിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് എന്ന് പറയുന്നത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ അധികം ശ്രദ്ധ ഈ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടാവണം, അങ്ങനെ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ട് എന്ത് വരാം, ഈ ഒരു രോഗം ബാധിച്ചെന്നിരിക്കാം. ഓക്കെ, പല കാരണങ്ങളുണ്ട് കേട്ടോ പോളിയോ വരാനുള്ള. അപ്പൊ ഇതൊരു വൈറസ് അണുബാധയാണെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നതെങ്കിൽ സമൂഹത്തിൽ നിന്നും ഇത് 100% ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം, മീസിൽസ് നോക്കാം. മാം ഇത് പനിയൊക്കെ ഉള്ളപ്പോ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ? ഇല്ല. ഓക്കെ, മീസിൽസ് എന്നൊരാൾ റീഡ് ചെയ്യൂ. ഞാൻ വായിക്കട്ടെ മാം. The baby is immunized against measles between the age of 9 and 12 months and a booster in the form of MMR vaccine at 15 and 18 months. Should there be an epidemic of measles in the area of, should a family member get measles before the baby has been immunized? The doctor usually immunized the baby to protect if he from catching it or keep the case from become a hard on if the baby before had it. എന്താ പറയുന്നത് അതിനകത്ത് മീസിൽസിനെ കുറിച്ച്? എക്സ്പ്ലെയിൻ ചെയ്തേ. മീസിൽസ് വാക്സിൻ കൊടുക്കുന്നത് ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത് 9 and 12 മന്തിന്റെ ഇടയിലാണ്. സെക്കൻഡ് ഡോസ് 15 to 18 monthsന്റെ ഇടയിൽ. MMR എന്ന് പറയുന്നത് എന്താ? മീസിൽസ്, മംസ്, റുബല്ല കേട്ടോ. 3 രോഗങ്ങളും ഒരൊറ്റ ബൂസ്റ്റർ ആയിട്ടാണ്, ഒരൊറ്റ ഡോസ് ആയിട്ടാണ് നൽകുന്നത് കേട്ടോ. മീസിൽസ്, മംസ്, റുബല്ല. ഓക്കെ, ബാക്കി പറയൂ. കിട്ടുന്നില്ലേ പറയാനായിട്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കിട്ടുന്നില്ല മാം. കിട്ടുന്നില്ല? എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നാ ബാക്കി എന്താ പറയുന്നത് അവിടെ? Epidemic of measles in the area
of should a family member get measles before the baby has been immunized? ഫാമിലി മെമ്പേഴ്സ് കിട്ടുന്നില്ല. ഇല്ല. വേറൊരാളൊന്ന് പറയാമോ? വേറൊരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മാം ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടാവണതാണ്. ഇതാണ് മിസ്സിൽസോ? അല്ല. അത് മിസ് പറയുന്ന ഒരു ഏരിയയിൽ എപ്പിഡമിക് ആയിട്ട് മീസിൽസ് ഉണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടാകുമ്പം നമ്മൾ ഇമ്മ്യൂണൈസ് ചെയ്യും, ബേബീനൊക്കെ നമ്മൾ ഇമ്മ്യൂണൈസ് ചെയ്യുന്നാണ് പറയണേ. വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ മുൻകരുതൽ പോലെ അവര് പറയുന്നുണ്ട് എന്ന് പറയുന്നത്. അവർക്ക് വരാതിരിക്കാൻ, കുട്ടികൾക്ക് വന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, പെട്ടെന്ന് ഡിഫിക്കൽട്ട് അല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം, കുഞ്ഞിന് 9 മുതൽ 12 മാസം വരെയുള്ള പ്രായത്തിൽ മീസിൽസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുണ്ട് കേട്ടോ. എന്താ ക്ഷാമപ്പനി എന്ന് പറയോ? അഞ്ചാം പനി എന്ന് പറയും കേട്ടോ. ഓക്കെ. അപ്പൊ ഈ 9 മുതൽ 12 മാസം വരെയുള്ള പ്രായത്തില് 5-ാം പനിയുടെ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നു. അതുപോലെ തന്നെ 15 തുടങ്ങി 18 വരെയുള്ള മാസം വരെ MMR വാക്സിൻ രൂപത്തിൽ ഒരു ബൂസ്റ്റർ നൽകുന്നു. ഓക്കെ, അതാണ് 2 കാര്യം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രദേശത്ത് 5-ാം പനി പകർച്ചവ്യാധി ഉണ്ടെങ്കിലോ, അതായത് 5-ാം പനി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുഞ്ഞിന് ഈ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ലെങ്കിൽ അതിനു മുമ്പായിട്ട്, അപ്പൊ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു 5-ാം പനി വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് അത് എടുത്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അത് എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നു. അതാണ് ആ ഒരു ടെക്സ്റ്റ്. എന്താണ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പറയാറുണ്ട്, ചെറുപ്പത്തില് വന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു സിംറ്റംസും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല, ഞാൻ കുഞ്ഞായിരുന്നു. 6 months ഇങ്ങനെ കുരുക്കള് വരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നല്ല പനി ഉണ്ടായിരുന്നു. അതെ അല്ലേ? തൊണ്ടവേദന, ക്ഷീണം അതൊക്കെ ഉണ്ടാവും. എനിക്ക് ഓർമ്മയില്ല, ഉമ്മ പറഞ്ഞിട്ടുള്ളതാണ്. വേറെ ആർക്കെങ്കിലും മീസിൽസ്? അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്. മേലിങ്ങനെ തരിത്തരി ഇങ്ങനെ അങ്ങനെ കുരുക്കൾ ഇങ്ങനെ നിറഞ്ഞിട്ട് ചുവന്ന കളറിലൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, മീസിൽസിനെ കുറിച്ച് നോക്കാം. മീസിൽസ് എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പേരാണ്. 5-ാം പനി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 5-ാം പനി എന്നാണ് മീസിൽസ് അറിയപ്പെടുന്നത്. മീസിൽസ് എന്ന് പറയുന്നത് ഒരു വൈറസ് അണുബാധയാണ്. വൈറസ് മൂലമുണ്ടാകുന്ന ഒരു സാംക്രമിക രോഗം. അത് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാംക്രമിക രോഗമാണത്. പിന്നെ കുട്ടികളിലാണ് ഇത് സാധാരണ കണ്ടുവരാറുള്ളത്. യുവാക്കളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ളവരെ അപേക്ഷിച്ച് കുട്ടികളിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് പടരുന്നതെന്ന് ചോദിച്ചാല് രോഗബാധിതരുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും വായുവിലുള്ള, അതായത് ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് എയർ വഴി എന്ത് ചെയ്യാം, ഈ ഒരു രോഗം പടരാം. പിന്നെ ചെറിയ രീതിയിൽ പനി ഉണ്ടാകും. 3-4 ദിവസം പനി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ സാധാരണ നമ്മൾ പനിയാണെന്ന് വിചാരിക്കും, പക്ഷെ പനിയുടെ തീവ്രത, അതിന്റെ സിവിയറിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 5-ാം ദിവസം ആകുമ്പോൾ ശരീരത്തില് ചുവന്ന പാടുകൾ അല്ലെങ്കിൽ ചുണങ്ങ് പോലുള്ള പാടുകൾ കാണപ്പെടാം. 5-ാം ദിവസം 3-4 ദിവസം പനിച്ച് 5-ാം ദിവസമാണ് ഇത്തരത്തിൽ ശരീരത്തിൽ ഇങ്ങനെയുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5-ാം ദിവസം ഈ ചുണങ്ങ് രൂപത്തിൽ അല്ലെങ്കിൽ ചെറിയ റാഷസ് ഒക്കെ അദ്ദേഹത്തെ പൊന്തുന്നത് കൊണ്ട് തന്നെ ഇതിനെ 5-ാം പനി എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ കൂടി കഴിഞ്ഞാൽ രോഗി ഐസൊലേഷനിലാകാം, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് മീസിൽസ്. വൈറസ് അണുബാധയാണ്. ഓക്കെ, then next one റുബല്ല. റുബല്ല ഒരാൾ വായിച്ചോളൂ കേട്ടോ. Unless there is an epidemic in the area or a case in the family, doctors unusually prefer to immunize babies against rubella when they are 1.5 years old. Unless അതൊരു എപ്പിഡമിക് ഫാമിലിയിൽ അതൊരു എപ്പിഡമിക് മിസ്. വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ അത് മറ്റാർക്കും അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, റുബല്ല എന്ന് പറയുന്നത് ജർമ്മൻ മീസിൽസ് ആണ്. കുഞ്ഞിന് 1.5 വയസ്സാവുമ്പോഴത്തേക്കും അതിനുള്ളൊരു വാക്സിൻ കൊടുക്കും എന്നാണ്. 1.5. ഓക്കെ, ഇപ്പൊ നമുക്ക് റുബല്ലയെ കുറിച്ച് കൂടുതൽ അറിയാം അല്ലെ. റുബല്ല എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു പേര് ജർമ്മൻ മീസിൽസ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. റുബല്ല അഥവാ ജർമ്മൻ മീസിൽസ്. ഓക്കെ, കുട്ടികളിലും യുവാക്കളിലും കൂടുതലായി കാണപ്പെടുന്ന ഒരു പകർച്ചവ്യാധി അണുബാധയാണ് റുബല്ല. ഓക്കെ, ആദ്യത്തെയാണ് ഒന്ന് കുട്ടികളില്, രണ്ടാമത്തത് യുവാക്കളിലും കൂടുതലായി കാണപ്പെടുന്ന ഒരു പകർച്ചവ്യാധിയാണ് റുബല്ല എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്, ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് നേരിയ പനി ഉണ്ടാകും. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പാടുകള് അല്ലെ, ചുണങ്ങ രൂപത്തിലുള്ള പാടുകള് ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ പ്രഗ്നന്റ് ലേഡീസിന്, അതായത് ഗർഭാവസ്ഥയിലുള്ള ഒരു സ്ത്രീക്ക് റുബല്ല ബാധിക്കുന്നെങ്കില് ആ ഒരു പ്രഗ്നൻസി ടൈമില്, അതായത് ആ ഒരു സ്റ്റാർട്ടിങ് പ്രഗ്നൻസി സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത്, അതായത് ഗർഭാവസ്ഥയിലെ ആദ്യത്തെ മാസത്തില് ഒന്നില്ലെങ്കിൽ അബോർഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെയാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ പ്രഗ്നൻസി പീരീഡിലെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അബോർട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അതല്ല, അബോർഷനായിപ്പോ പോയില്ലെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ഇവിടെ നടന്നില്ലെന്ന് വിചാരിക്കുക. കുട്ടി ജനിച്ചു കഴിഞ്ഞാല് കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാം, ഡിസബിലിറ്റീസ് വരാം. എന്താണ് മുണ്ടുനീര് പോലെ വരുന്നതാണോ? മുണ്ടുനീര് വേറെയാണ്, റുബല്ല വേറെയാണ് കേട്ടോ. മുണ്ടുനീര് വേറെയാണ് കേട്ടോ. മുണ്ടുനീരിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് മംസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിക്കണം അല്ലെ. അപ്പൊ ഏതൊരു രോഗം, ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പകരുന്നത്, ഇത് പകരുന്നതെന്ന് വെച്ചാൽ രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയൊക്കെയാണ്, വായുവിലൂടെ ഡ്രോപ്സ് തെറിക്കുമ്പോൾ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ രോഗങ്ങൾ പകരുന്നത്. പിന്നെ ഇത് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഈ രോഗം പിടിപെടുവാണെങ്കിൽ കുട്ടികൾക്ക് കേൾവിക്ക് തകരാറുണ്ടാവാം, അതുപോലെ തന്നെ കണ്ണിന്, ഹാർട്ടിന്, അതുപോലെ തന്നെ ചിലപ്പോൾ ഓട്ടിസം ബാധിക്കാം, ഡയബറ്റീസ് വരാം, തൈറോയ്ഡ് വരാം, അങ്ങനെയുള്ള തകരാറുകളൊക്കെ ഇതിനുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ വരുന്ന സമയത്ത് നേരിയതായിട്ടാണെങ്കിലും ഉണ്ടാകുന്നത്, അതായത് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഇതുണ്ടാക്കുന്ന സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് കുറച്ച്. മിസ്, കുടുംബത്തില് ഒരാൾക്ക് വന്നാൽ മാത്രമേ ഡോക്ടർമാർ എതിരായിട്ടുള്ള വാക്സിൻ കൊടുക്കുള്ളൂ എന്നാണ് പറയണേ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ.
മിസ് അത് ഒരു പോയിന്റ് പറഞ്ഞില്ലേ, അബോർഷൻ ആയില്ല എങ്കിൽ മേ ബി ആ ബേബി ജനിച്ച ശേഷം എന്താ ഉണ്ടാവാന്ന് അതൊന്ന് പറയോ ഒന്നുകൂടി? അത് വൈകല്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ കേട്ടോ. ഓക്കെ. അതിപ്പോ അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുവാണെങ്കിൽ, എന്തെങ്കിലും കുറച്ച് എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരോ അസുഖങ്ങളൊക്കെ ആ സമയത്ത് വരുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലല്ലേ? ആണോ? അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നേരിട്ടിട്ടുണ്ടോ പ്രഗ്നൻസി ടൈമില്? അതെ അതെ, പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാണെന്നുണ്ടെങ്കിൽ അത് കുട്ടീനെ അഫക്റ്റ് ചെയ്യും. പിന്നീട് കുട്ടി ജനിച്ച് കഴിയുമ്പോൾ മേ ബി ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി അങ്ങനെ പോലെയുള്ള ചില രോഗങ്ങൾ വരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ അമ്മയുടെ മൂഡ് സ്വിങ്സും അമ്മ ആ സമയത്ത് കടന്നു പോകുന്ന ആ ഒരു രീതിയിലൂടെ ഇരിക്കും കുട്ടിയുടെ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത്. അതെ, അത് ഏതാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ചില കേസിലൊക്കെ ഡോക്ടേഴ്സ് പറയും അങ്ങനെ അബോർഷൻ നടത്താനായിട്ട് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അബോർഷൻ നടത്താനായിട്ട് പറയും. പിന്നെ ചിലവര് അത് കേൾക്കും, ചിലവര് അത് കേൾക്കില്ല. ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട് പ്രഗ്നൻസിയുടെ 2ാമത്തെ മാസത്തിൽ എനിക്ക് ടൈഫോയിഡ് ആയിരുന്നു. ടൈഫോയിഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു 3 ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. 3 ഡോക്ടേഴ്സും പറഞ്ഞത് അബോർഷൻ ചെയ്യാനാണ്. കാരണം ആ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണല്ലോ ഈ ഒരു ഇത് വന്നത്. അത്രയും എനിക്കും ചെറുതായിട്ടുണ്ടായിരുന്നു ടൈഫോയിഡിന്റെ അപ്പൊ പക്ഷെ ടാബ്ലറ്റ് തന്നായിരുന്നു മരുന്ന് സെക്കൻഡിൽ. അങ്ങനെ അത് മാറിപ്പോയിട്ടാ മിസ്. മാറിപ്പോയല്ലേ? പക്ഷെ എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇതാണ്. പിന്നെ സ്കാൻ ചെയ്ത് ഓക്കെ ആയിട്ടാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തത്. ഇല്ല, അല്ലെങ്കിലും നമ്മൾക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടാവില്ലല്ലോ ആ ഒരു സമയത്ത്. എത്ര ടൈഫോയിഡ് ആണ്, ടൈഫോയിഡ്, തൈറോയിഡ് അല്ല കേട്ടോ. ഇത് തൈറോയിഡ് ആയിരുന്നു. സോറി, ടൈഫോയിഡ് ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെയുള്ള ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബസൂരി ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? അതായത് ഈ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ വൈറസ് പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് നേരിട്ട് അഫക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങള് ഓർഗൻസ് അവരുടെ രൂപപ്പെടുന്ന സമയമാണ് ആ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ആകുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഡാമേജസ് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നത്. ഈ കൊറോണ ടൈമിൽ അതുപോലെ തന്നെ മിസ്, അമ്മയ്ക്ക് സമയത്ത് ഷുഗർ വന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ്? ഷുഗറിന്റെ കാര്യത്തിലേ പ്രഗ്നൻസി ടൈമില് അമ്മയ്ക്ക് ഉണ്ടായാല് കുട്ടിക്ക് ഉണ്ടാവും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? അത് സത്യമാണെങ്കിൽ പ്രശ്നമാവും മിസ്. അത് വേറൊന്നുമല്ല, പിള്ളേർക്ക് വരുമോ? എനിക്കുണ്ടായിരുന്നു. ആദ്യത്തേലും ഉണ്ടായിരുന്നു, തേർഡിലും ഉണ്ടായിരുന്നു ഷുഗർ. BP ഉണ്ടായിരുന്നു. BP തേർഡിലാണ് ഇത്തിരി ഡേഞ്ചർ ആയിട്ട് മോളെ പെട്ടെന്ന് എടുക്കേണ്ടി വന്നത്. BP കുറച്ച് മൂഡ് സ്വിങ്ങൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാവർക്കും അങ്ങനെയില്ല, ചിലർക്ക് ജനറ്റിക്കലി അങ്ങനെ വരാം. പാരമ്പര്യമായിട്ട് ചില ആളുകൾക്ക് വരാം. ഇനി ചിലർക്ക് വന്നെന്നിരിക്കില്ല. അതായത് അമ്മയും അച്ഛനും അവരുടെ അമ്മയും അച്ഛന്റെയും പാരമ്പര്യം നോക്കാറുണ്ട്. ഇപ്പൊ അച്ഛന് ഷുഗർ ഉണ്ട്, അച്ഛന് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിലാണ് കൂടുതലായിട്ടും നമുക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുന്നത്. അമ്മയ്ക്കുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ വരാം. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങനെയും വരാം. അപ്പൊ 2 രീതിയിൽ വരാവുന്നതാണ്. ഇപ്പൊ ചില ആളുകൾക്ക് നര വരില്ലേ, മുടി നരക്കില്ലേ, അതൊക്കെ ജനറ്റിക്കലി ആണ്. പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാം. കുറച്ച് നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തി അങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. പക്ഷെ നമുക്ക് എല്ലാവരും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ജനറ്റിക്കലി അതിങ്ങനെ കൈമാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിക്കാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മംസ് ആണ് കേട്ടോ. മംസ് ഒന്ന് വായിക്കാം നിങ്ങള്. ഞാൻ വായിക്കാം. Mumps. Immunization to prevent the mumps is usually given when the baby is 15 to 18 months in the form of MMR vaccine.
mumps, measles, rubella. Mumps booster may be given when child is 12 years old. This is specifically important for boys. If a boy catches the mumps when he is immature, he may become sterile. 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 എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് MMR വാക്സിനേഷന്റെ ഒപ്പാണ് ഈ മംസിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അത് ഫസ്റ്റ് ബൂസ്റ്റർ ഡോസ് 15 to 18 മന്ത്സിലാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. പിന്നെ അതിന്റെ സെക്കൻഡ് ബൂസ്റ്റർ ഡോസ് 12 വയസ്സാവുമ്പോഴാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇമ്മച്ചുർ ആവുന്നതിന് മുമ്പ് ഏതെങ്കിലും ബോയ്സിനെ ഇങ്ങനെ ഇത് ഈ മംസ് പിടിപെട്ടാണെങ്കിൽ അവരുടെ സ്റ്റെറിലിറ്റിനെ ചിലപ്പോൾ ബാധിക്കും. മിസ് അത് അങ്ങനെ പറയാറുണ്ട് കേട്ടോ. കാരണം ഞാൻ മോനെ 1.5 വയസ്സുള്ളപ്പം വാക്സിൻ എടുക്കാൻ പോയപ്പം MMR വാക്സിൻ എടുക്കാൻ നിർബന്ധം പറഞ്ഞിരുന്നു അവര്. അപ്പം എന്റെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു പെൺകുട്ടി ഉണ്ട് 1.5 വയസ്സിൽ. അപ്പൊ അവൾക്ക് വേണ്ട ബോയ്സിനെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, ഈ വന്യത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു മോനെ. എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. മംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അതായത് മംസ് എന്ന് പറയുന്നത് കവിളിന്റെ സമീപത്തുള്ള പരോട്ടിഡ് ഗ്രന്ഥികൾ, പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയും. നമ്മുടെ കവിളിന്റെ സൈഡിലാണ് ഉണ്ടാവുക പരോട്ടിഡ് ഗ്ലാൻഡ്. ഓക്കെ. അപ്പൊ ഇതൊരു ഉമിനീർ ഗ്രന്ഥിയാണ്. നമ്മുടെ ഉമിനീർ ഉൽപാദനം ഉണ്ടല്ലോ, അതില് പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഗ്ലാൻഡ് ആണ് എന്താ ഈ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പരോട്ടിഡ് ഗ്ലാൻഡ്. അപ്പൊ ഈ പരോട്ടിഡ് ഗ്ലാൻഡിനെ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു രോഗമാണെന്ത്? മംസ് അഥവാ മുണ്ടിനീര് എന്ന് പറയും. മുണ്ടിനീര് മനസ്സിലായി മിസ്, വന്നിട്ടുണ്ട്. ഇങ്ങനെ കവള് വീർത്തിട്ട് ചെറുപ്പത്തിലേട്ടോ. അങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ടാ കവളിന്റെ സൈഡ്. അത് മറക്കൂല മിസ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓയിൽമെന്റ് തരും അവര്. ആരും തൊടാൻ പാടില്ല, ബഡ്സ് വെച്ചിട്ട് തേക്കാൻ പറയും. അത് മറക്കൂല. കാരണം അത് നമുക്ക് പ്രത്യേക ഒരു അനുഭവമാണ്. വേദന, നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. രണ്ട് സൈഡ് കവിള് ഇങ്ങനെ വീങ്ങിക്കുന്നതാണോ? അതെ, നമ്മുടെ ഇവിടെ അതിന് കണ്ടവീക്കം എന്നാണ് പറയുന്നത്. അതാണ് അത് ചില ഭാഗത്ത് പേരുകൾ വ്യത്യാസമുണ്ട് മിസ്. മുണ്ടുനീര് അത് വേറെ വ്യത്യാസം ഉണ്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഞരമ്പുകളിൽ, തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കഴുത്ത് സംബന്ധമായിട്ട് നാഡികൾ ഉണ്ടല്ലോ, ഞരമ്പുകളിലൊക്കെ എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാല് അത് നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. നീർക്കെട്ടുണ്ടാവും നമ്മുടെ മുഖത്ത്, ഇല്ലേ? ഞരമ്പുകളെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ മുഖം നീര് വന്നിട്ട് വീർത്തിരിക്കുക ചെയ്യുക. ഇപ്പൊ തലനീര് ഇറക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അനിയന്റെ കുട്ടിക്ക് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന്. അപ്പൊ ഇങ്ങനെ വീഡിയോ കോള് ചെയ്തു അനിയത്തി. അമ്മയാണ് കണ്ടത്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു തോന്നുന്നു. കാരണം നല്ലോണം വീർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വന്നാൽ കുറച്ചും കൂടി പാടല്ലേ നമുക്ക് കാണുമ്പോ. അങ്ങനെ എന്നിട്ട് മാറി. അവന് വന്നപ്പോ ഭയങ്കര വിഷമമായിരുന്നു കാണുമ്പോ. കാരണം ചെന്നൈയിലാണ്, അപ്പൊ വീഡിയോ കോളാണ് ചെയ്യാറ് കൂടുതലും. അങ്ങനെ അമ്മയ്ക്ക് വന്നപ്പോ ഇതേപോലെ തന്നെയാണ്. ഡോക്ടർ പറഞ്ഞു ചെറിയ മക്കളുണ്ടെങ്കിൽ ആളെടുത്ത് നിർത്തണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇതാണ് കവിളുടെ സമീപത്തുള്ള പരോട്ടിഡ് ഗ്ലാൻഡിനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ കവിള് വീർത്തു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. വേനൽക്കാലത്ത് ചൂട് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഈ രോഗം വന്നു കഴിഞ്ഞാല് പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. ആണോ? അതെ മിസ്സേ, എനിക്ക് വന്നിട്ടുണ്ട് ചെറുപ്പത്തില്. അപ്പൊ ഒരു പ്രാവശ്യം തന്നെ വന്നിട്ടുള്ളൂ. ഈ കവളൊക്കെ ഇങ്ങനെ വന്ന് വീർക്കും. പിന്നെ നല്ല വേദനയാ, തൊണ്ടവേദനയൊക്കെ ഉണ്ടാവും. ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. തലവേദന, തൊണ്ടവേദന, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഓക്കെ. അപ്പൊ ഒരു പ്രാവശ്യം ഈ രോഗം വന്നാല് പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളും അതുപോലെ തന്നെ പാർശ്വഫലങ്ങളും ഈ രോഗത്തെ ഗൗരവമുള്ള. അതുപോലെ തന്നെയാണോ ഇത് ചിക്കൻ ബോക്സ്?
അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വരൂല എന്ന് പറയുന്ന സത്യമാണോ? അല്ല, അതങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഐതിഹ്യമായിട്ട് അല്ല എന്തായാലും ഒരു പ്രാവശ്യം വരുന്നുള്ളത് ഉറപ്പാണല്ലോ മിസ്. പറയുന്നത് അങ്ങനെ പറച്ചിലുണ്ട് അങ്ങനെ. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ക്ലിയർ ആയില്ല. 15 വർഷത്തിന് ശേഷം വീണ്ടും വരാം ബോക്സ്. അത് അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് മുതിർന്നവരിലേക്ക് സ്പ്രെഡ് ആവോ? ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് സ്പ്രെഡ് ആവും. ഞാൻ പറയട്ടെ കേട്ടോ. അതായത് ഒരു പ്രാവശ്യം ഈ രോഗം വന്നാൽ പിന്നീട് വരാനുള്ള ചാൻസ് കുറവാണെങ്കിലും ഇതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിന്റെ പാർശ്വഫലങ്ങൾ കൂടുതലാണ്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട്, അതായത് തലയ്ക്കൊരു ഭാരമായിരിക്കും അനുഭവപ്പെടുക, അല്ലെ? ആ സൈഡ്, അതായത് നമുക്ക് കല്ല് വെച്ച് കിട്ടിയ പോലെയാണ് ഭാരം അനുഭവപ്പെടുക. നമുക്ക് അങ്ങോട്ട് തിരിയാനോ ഒന്നും പറ്റില്ല. എങ്ങനെയാണ് നമ്മൾ കഴുത്തിൽ കോളർ ഇടുമ്പോ ഉണ്ടാവുന്നത്, നമുക്ക് അങ്ങോട്ട് കൊണ്ട് തിരിയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു ഭാരം, ഒരു കല്ല് കയറ്റി നമ്മുടെ മുഖത്ത് കെട്ടിവെച്ചതുപോലെയാണ് ഇത് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ തലവേദന ഉണ്ടാവാം. പിന്നെ ആ ഒരു കവിളിന്റെ സമീപത്തായിട്ട് നല്ല രീതിയിലുള്ള ഒരു വേദന ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ ഇതിന്റെ എന്താണ് ആഫ്റ്റർ എഫക്റ്റുകളായിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണയായിട്ട് ഈ രോഗം മരണകാരണമാകാറില്ല. ഈ രോഗം വന്നിട്ട് ആരും ഇതുവരെ മരിച്ചിട്ടില്ല. ഓക്കെ, ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലാണെങ്കിലും ഇത് മരുന്ന് മുഖേന, ട്രീറ്റ്മെന്റ് മുഖേന ഇത് മാറിപ്പോകുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മുണ്ടുനീരിന്റെ കാരണക്കാരെന്ന് പറയുന്നത് മിക്സോ വൈറസ് ആണ്. മിക്സോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ഈ രോഗം വരുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ. അതെ മിസ്, എനിക്ക് 7 വയസ്സിലാണ് ഇത് വന്നിക്കണത്. എന്നിട്ട് പണ്ട് എന്റെ അച്ഛമ്മ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ അച്ഛമ്മ ചിരട്ടയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട്, ഇങ്ങനെ മാറിപ്പോവാനാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നല്ല ചൂടുള്ള സമയത്താണ് ഈ അസുഖം ഇങ്ങനെ വരിക. ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് ശരീരത്തിനൊക്കെ ആകെ എന്തോ പോലെ ആയിരിക്കും. നമുക്ക് ഒരു എങ്ങനെങ്കിലും ഇത് മാറിയാൽ മതി എന്നുള്ളൊരു ഇതാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് സാധാരണയായിട്ട് ഈ രോഗം കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് മിക്സോ വൈറസ്. അമ്മയിൽ നിന്നും ആന്റിബോഡീസ് അഥവാ രോഗപ്രതിരോധ വസ്തുക്കള് മുലപ്പാലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നത് കൊണ്ട് 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഈ രോഗം കണ്ടുവരാറില്ല. ഓക്കെ, അതായത് 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ ചില രോഗപ്രതിരോധ വസ്തുക്കൾ, ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഈ രോഗം കണ്ടുവരാറില്ല. ഓക്കെ, പിന്നെ ഇത് പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഉമിനീരിൽ കൂടി പകരാം. അതുപോലെ തന്നെ നേരിട്ടുള്ള സ്പർശനം, ക്ലോസ് കോണ്ടാക്ട് വഴി ഈ രോഗം സ്പ്രെഡ് ചെയ്യാം. അപ്പോ മുണ്ടുനീര് ഉണ്ടായിട്ടുള്ള, അതായത് മുണ്ടുനീര് ഉള്ള ഒരു വ്യക്തിയെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ രോഗം പകരാം. അതുകൊണ്ട് തന്നെ രോഗിയെ പ്രത്യേകമായിട്ട് മാറ്റി താമസിപ്പിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് കേട്ടോ, ഇതിന്റെ ഒരു രോഗാണുക്കള് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 18 ദിവസമാണ്. ഇൻക്യുബേഷൻ പീരീഡ് മീൻസ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണുന്നത് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 18 ദിവസമാണ്, 18 ഡേയ്സ് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഫസ്റ്റ് സിംറ്റം ആയിട്ട് ചിലർക്ക് വരാറുണ്ട് ചെവി വേദന വരാൻ കേട്ടോ. ഫസ്റ്റ് സിംറ്റം ആണ് ഇതിന്റെ ചെവി വേദന. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് MMR വാക്സിൻ മുഖേന കുഞ്ഞിന് 1.5 വയസ്സ് 15 to 18 മാസം പ്രായമാകുമ്പോൾ മുണ്ടുനീര് തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് നൽകാവുന്നതാണ്. പിന്നെ കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ
മുണ്ടിനീരിന്റെ ബൂസ്റ്റർ നൽകാമെന്ന് പറയുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ഇത് പ്രത്യേകിച്ച് പ്രധാനമാണെന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു സമയത്ത്, അതായത് ആൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് മുണ്ടുനീര് പിടിപെടുന്നതെങ്കിൽ ആ കുട്ടി സ്റ്റെറൈൽ ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അതായത് കുട്ടി വന്ധ്യനാകാനുള്ള സാധ്യത കൂടുതലാണ്, കുട്ടികൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് മുണ്ടുനീര് കുട്ടിക്ക് പിടിപെടുന്നതെങ്കിൽ ഈ ഒരു കാരണം ഉണ്ടാകാറുണ്ട്. പക്ഷെ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് ഇപ്പൊ 12 വയസ്സുള്ളപ്പോൾ ഈ ഒരു മംസിന്റെ ഈ ഒരു ഡോസ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. ബൂസ്റ്റർ അത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെയാണ് അതിന്റെ ഡോസ് കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയാണ് മുമ്പത്തെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ എന്നോട് ഷെയർ ചെയ്തത്. അങ്ങനെയാണ് അവർ അന്വേഷിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അവർ ഷെയർ ചെയ്തത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അതെ, ഓക്കെ ഓക്കെ. അപ്പോ കൊടുത്തത് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയുമാണ് മംസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മീൻസ് അത് വന്നിട്ടില്ലെങ്കിലും നമ്മളത് കൊടുക്കണം എന്ന് നിർബന്ധമാണ് കുട്ടികൾക്ക്. അതായത് രോഗപ്രതിരോധ ശേഷിക്ക് എന്താണ് വരാതി നല്ലതാണ്, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചു കൊടുക്കേണ്ടി വരും. വന്നിട്ടില്ല മിസ്, അതാണ് ഞാൻ ഡൗട്ട് ചോദിച്ചത്. പിള്ളേർക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പെൺകുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മള് ഓനോ എല്ലാം ഉണ്ടെങ്കിൽ ഒപ്പരം നിർത്തറെന്ന് പറയുന്നേക്കാം. അതെ അല്ലേ? അപ്പൊ മാറ്റി നിർത്താൻ പറഞ്ഞ വയസ്സായവര് പറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിലായ കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഇത് ഓഗസ്റ്റ് 15 ക്ലാസ് ഉണ്ടാവോ മാം? എന്താണ്? കുറവാണ്, ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും എന്തായാലും കേട്ടോ. മിസ്സേ, ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് 14th. നാളെയോ? സോറി, 14th പറഞ്ഞ് നാളെ ആയത് അറിഞ്ഞില്ല മിസ്. അപ്പൊ നാളെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം. നാളെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ജിഷാ മിസ്സിന്റെ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു, ഇംഗ്ലീഷ് മിസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മിസ്സുമാര് മാറി മാറി വരുന്നോണ്ട് നാളത്തെ ഏത് മിസ്സാടാ ഒരാള് പറയോ? അപ്പൊ മിസ് ഉണ്ടാവോ ഞങ്ങളുടെ പ്രോഗ്രാമിന്? ഞങ്ങളുടെ പ്രോഗ്രാംസിൽ ഉണ്ടാവോ? ഡാൻസും പാട്ടും എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ ക്ലാസ്. നിങ്ങൾക്ക് എത്ര മണിക്കാണ്? 1:30 to 2:30 അല്ലേ ക്ലാസ്? അതെ, 1:30 to 2:30. അപ്പൊ 15-ാം തീയതിത്തെ പ്രോഗ്രാമാണ് 14-ാം തീയതിക്ക് മാറ്റിയേക്കണേ, അന്നില്ലാത്തത് കൊണ്ടേ. എന്തായാലും നോക്കണം കേട്ടോ മിസ്. ജയദേവൻ സാറ് പറഞ്ഞു ഡയറക്റ്റ് പറഞ്ഞോളാനാ പറഞ്ഞത്. പക്ഷെ എല്ലാവരുടെയും നമ്പർ ഇല്ല. അപ്പൊ ഇപ്പൊ മിസ് വന്നു, ഇനി നാളെ മിസ്സിനോട് പറയാൻ പറ്റും. ജിഷാംസിന് നമ്പർ ഇല്ല കയ്യില്. പിന്നെ ജയദേവൻ സാറും പറയാന്നാ പറഞ്ഞു. അതെല്ലേ? അങ്ങനെ നോക്കട്ടെ. എനിക്ക് ഉണ്ടാവില്ല ചിലപ്പോ ക്ലാസ്. എനിക്ക് 1 മണി വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പൊ ഓൺലൈൻ ആണെങ്കിലും ഞങ്ങൾക്ക് ഓഫ്ലൈനേക്കാളും ഭംഗിയാക്കണം എന്നാണ് ആഗ്രഹം. എന്താവും അറിയില്ല. നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ. ബെസ്റ്റ് വിഷസ്. ഓക്കെ മിസ്, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു മാം. സൈൻ ഔട്ട് കേട്ടോ, സൈൻ ഔട്ട് ചെയ്യാൻ മറക്കല്ലേ. സൈൻ ഔട്ട് ആരാണ്? ഹലോ മിസ്, കേൾക്കാവോ? Thank you so much, Miss, for today class. I really enjoyed it. Your class was very helpful and special. Thanks for you, Miss. And thank you all. Sign out by Ansi. Thank you, Ansi. Thank you, Miss. Okay, thank you, ma'am. Thank you, ma'am.